പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനും മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രണ്ടാമത്തെ സെഷൻ വിശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാനും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അങ്ങയുടെ സ്ഥലത്തേക്ക് വേറിട്ടിരിക്കുന്നത് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം കൊണ്ട് അനുഗ്രഹമാക്കി തീർക്കുമാറണമേ. അവരുടെ എല്ലാ ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലങ്ങളിലും കർത്താവെ, അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കുമാറണമേ. ഞങ്ങൾ സന്നിധിയോട് ഇന്ന് പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ അപ്പച്ചങ്ങയുടെ ആക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ പൊന്നുമുത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്ക് ആ സ്തോത്രം. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടയുന്ന പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും അനുഗ്രഹമായി തീരുവാൻ അപ്പച്ചങ്ങ ഇടയാക്കുമാറണമേ. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്ക് ആ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് ആ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്ക് ആ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറവരെയും പേരുവരായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരും അനുഗ്രഹിക്കുമാറണമേ. തിരുവത്താർ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ. ഞങ്ങളുടെ കൂടി വരവ് കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വിശേഷം ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്മേൽ അത് അനുഗ്രഹമായി തീരുവാൻ അപ്പച്ചങ്ങ് ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, വലിയ വിശ്വാസത്തിന് നാനും കോർത്തിരും അങ്ങിൽ മാത്രം ഞങ്ങൾ ആശ വെച്ചുകൊണ്ട് പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവെ, അല്ലെങ്കിൽ ആ പരമയുടെ ലാക്കിലേക്ക് തന്നെ ഓടേണ്ട വേണം ഓടുവാൻ ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കിയെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന ഉറ്റിരുന്നുകൊണ്ട് ഉടൽപ്പ് ജാഗരിപ്പാൻ ഞങ്ങളുടെ ദേശത്തിന്റെ കാവൽക്കാരായി ഞങ്ങൾ പല പല ദേശങ്ങളിൽ അല്ലെങ്കിൽ ആ സഹോദരൻ ഞങ്ങൾ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവെ, അനേർക്ക് പ്രകാശമായി അല്ലെങ്കിൽ ആശ്വാസമായി സമാധാനമായി അല്ലെങ്കിൽ ദൈവിക സമാധാനം മറ്റുള്ളവർക്ക് പകർത്തുവാൻ എന്റെ ദൈവമാരാണെന്ന് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അറിയിപ്പിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടിരിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ട ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും കൂട്ടിയിരുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ കർത്താവെ ഇടയാക്കും. ക്രൂശിന്റെ മറവ് ഞങ്ങൾ താണിരിക്കുന്നപ്പ പരിശുദ്ധ നിർണ്ണയത്തിൽ തന്നെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കുമാണ്. വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും കർത്താവെ അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. എല്ലാം അങ്ങയുടെ പൊന്നുനാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന്റെ കരുനീട്ടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവിന്റെ പൊന്നേശുടേറിയ നാമത്തിൽ തന്നെ ആമേൻ, 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 പ്രൈസ് ലോർഡ്. കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് വിശേഷ കുഞ്ഞുങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ജാരിപ്പാനാണല്ലോ നാം ദൈവത്തിന്റെ സ്ഥലത്തിൽ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തൊക്കണം ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് നമുക്കും അല്ലെങ്കിൽ ഭാവമാക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറായിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ ആസനം നമുക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മുടെ ബിൻസിസ്റ്റർ അത് ഫോൺ ചരിച്ചാണ് വെച്ചേക്കുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ മുഖം കാണണം. ഓക്കെ, നമ്മുടെ ചേച്ചി അനിയത്തി ചേച്ചിമാരാണ്. അനിയത്തിയും ജ്യേഷ്ഠത്തിയുമാണ് നമ്മുടെ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതും ചേച്ചി നമ്മുടെ ഇന്ന് മെസ്സേജ് പറയാൻ ചെയ്യുന്നത്. നമ്മുടെ ബിൻസിയും ആൻസിയും രണ്ടുപേരാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. സഹോദരങ്ങൾ ഒന്നിച്ച് നമ്മോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ശുശ്രൂഷ ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആയിരിക്കാം. രാവിലത്തെ സെഷൻ നമ്മൾ കുഞ്ഞുങ്ങളോട് അനുബന്ധിച്ച് അനേക കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഓരോ സെഷനായി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ജാഗ്രതയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബിൻസി ജോർജിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ബെൻസിസ്റ്റെ മൂട്ട് ഓൺ ആക്കണം. മുഖം അത്രയും താഴും, മേലോട്ടാണ് വെച്ച് ചുടു മുഖം കാണണം. കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ.
ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ പ്രത്യേകാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസി കുടുംബം, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളോട് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിപ്പാനും ഒരുമിച്ച് ആരാധിപ്പാനും ദൈവം ഒരുക്കി തന്ന വലിയേറെ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം അതിൻ്റെതായ വിടുതലുകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. അല്പസമയം നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുകയാണല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനാ. ഹല്ലേലൂയ സ്തോത്രം. ആ സാന്നിധ്യത്തെ നമ്മുടെ മേൽ പകരുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആയിരിക്കാൻ ഒരുക്കി തന്നെ ആ അവസരം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിങ്ങളെ വിട്ടു മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ടു മാറുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ സമാധാന നിയമത്തെ ദൈവം എടുത്തു മാറ്റുകയില്ല. ആമേൻ. നമ്മുടെ തലമുറകളോടും നമ്മോടുമൊക്കെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പിതാക്കന്മാരോടും ഒക്കെ ദൈവം ചെയ്ത ആ നിയമമുണ്ടല്ലോ, ആ സമാധാന നിയമം, ദൈവം അതിനെ എടുത്തു മാറ്റുകയില്ല. അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താ? ഹല്ലേലൂയ. അബ്രഹാമിനോട് ചില വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞു, ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു. അബ്രഹാം അതെല്ലാം അനുസരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവം ചെയ്ത നിയമത്തെ ഹല്ലേലൂയ അബ്രഹാമിന്റെ മേൽ ദൈവം നിവർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം നമ്മളോടും നമ്മുടെ തലമുറകളോടും ദൈവം അറിയിച്ച വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റുവാൻ ശക്തനാ. ആ നിയമങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ പാലിക്കുവാൻ ദൈവം ശക്തനാ. നമ്മൾ ദൈവസന്നിധിയിൽ അനുസരണത്തോടെ താഴ്മയോടെ നമ്മൾ അടുത്തു വരുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാ. ഒരു പ്രാവശ്യം ഹല്ലേലൂയ സ്തോത്രം, ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മൾ ആരുടെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. എങ്ങനെയാ നമ്മൾ ആരാധിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തെ ആമേൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവത്തിന് അതാണല്ലോ ഇഷ്ടം. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോഴാ ദൈവം അതിൽ പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവം ആ ആരാധനയിൽ പ്രസാദിക്കണമെങ്കിൽ, അതിന്റെ പ്രതിഫലം നമുക്ക് നൽകണമെങ്കിൽ, അതിന്റെ ആരാധനയിലുള്ള വിടുതൽ നമ്മൾ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ സ്തോത്രം ആമേൻ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹനനയാഗത്തെക്കാൾ ഭോജനയാഗത്തെക്കാളും ദൈവം പ്രസാദിക്കുന്നത് എന്തിലാ? ആമേൻ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെയാ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു തകർച്ചയോടെ ഹല്ലേലൂയ സ്തോത്രം, ഒരു വിനയമുള്ള താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങള്, ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഓർത്ത് ആ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്താമോ, ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ സ്തോത്രം. സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. നമ്മുടെ ദൈവം സർവശക്തനാണല്ലോ. ഹല്ലേലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. ആരാധനയിൽ ആമേൻ ഹല്ലേലൂയ വലിയ വിടുതലുകൾ നടക്കും. ആരാധനയിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം വൻ കാര്യങ്ങളെ നമുക്ക് ഹല്ലേലൂയ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ സ്തോത്രം. ആ വിശ്വാസമുള്ളവർ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹ
എൻ ദൈവമേ നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തടച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തടച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. പ്രിയ മക്കളെ, എത്ര നന്ദി പറഞ്ഞാലും ആമേൻ മതി വരുമോ നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതയുടെ നടുവിൽ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, നമ്മളെ ചേർത്തണച്ച ദൈവം. ആമേൻ ഹല്ലേലൂയ. പാപത്താൽ മുറിവേറ്റ നമ്മുടെ ആമേൻ സ്തോത്രം, പാപങ്ങളെ കഴുകിക്കളഞ്ഞ ആ ഹല്ലേലൂയ സ്തോത്രം, ആ കാൽവറിയിലെ രക്തം. ആമേൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നമ്മൾ നടന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പാതയിൽ ദീപം കാട്ടി ദീപമായി നമ്മളോട് കൂടെ ഇരുന്ന ദൈവം. ആ ദൈവത്തിന് നന്ദി പറയാതിരിക്കുവാനോ ആ ദൈവത്തെ ആരാധിപ്പാതിരിക്കുവാനോ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ അവരവർക്ക് ദൈവം പരിശുദ്ധ ആത്മാവ് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളത്തിൽ പ്രേരണ തരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ആത്മ സാന്നിധ്യം എപ്രകാരം നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിക്കുന്നുവോ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആ സാന്നിധ്യത്തിന്റെ നിറവിൽ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ആരാധനയിൽ വിടുതലുണ്ട്. ആമേൻ. ആരാധനയിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആരാധനയിൽ നമുക്ക് സന്തോഷം ലഭിക്കും. ആരാധനയിൽ നമുക്ക് ആനന്ദം ലഭിക്കും.
ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. മല പോലെയുള്ള വിഷയങ്ങളോ മരുഭൂമിയുടെ അനുഭവങ്ങളോ എന്ത് നമ്മുടെ മുൻപിൽ വന്നാലും അതിനെയെല്ലാം തകർത്ത് നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാ. നമ്മുടെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെടുന്ന ഇടങ്ങളിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ആമേൻ. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മുടെ മധ്യത്തിലേക്ക് എല്ലാം നന്മയ്ക്കായി ആമേൻ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ, അതിന്ന് പകൽക്കാലം ഇറങ്ങി വരും. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിലിരുന്നു കൊണ്ട് പൂർണ്ണ നിശ്ചയത്തോടെ ദൈവം നമ്മളെ വിടുവിക്കുമെന്നുള്ള ഉറപ്പോടെ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിങ്ങൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ ആരാധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ വിടുതൽ നമ്മൾ അനുഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാ. എത്ര പേർ വിശ്വസിക്കുന്നു? പൂർണ്ണ വിശ്വാസത്തോടെ ആമേൻ, ഹല്ലേലൂയ, പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആമേൻ, ഹല്ലേലൂയ. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ യെഹോവയാലും മാറിയിടും നമ്മളാർക്കുമ്പോൾ. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ യെഹോവയാലും മാറിയിടും നമ്മളാർക്കുമ്പോൾ. ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല, ആപത്തു കാലത്തിലാതി വേണ്ട, അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും, ചങ്ങലകളെല്ലാം അഴിയും. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല, ആപത്തു കാലത്തിലാതി വേണ്ട, അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും, ചങ്ങലകളെല്ലാം അഴിയും. ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ വന്നു ഭവിച്ചിടിലും, നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ വന്നു ഭവിച്ചിടിലും, നിർണയപ്രകാരം നമ്മെ വിളിച്ച ദൈവം സകലവും നന്മയ്ക്കായി മാറ്റും. ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ
എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എത്ര പേർ വിശ്വസിക്കുന്നു ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാ, ഈ ആരാധന എന്റെ സൗഖ്യമാ? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിനമായി ഇന്ന്. ആമേൻ. ഈ ആരാധനയിൽ ആമേൻ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും. ഈ ആരാധനയിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ശങ്കരാദികൾ ഖമരാദികൾ സിയാധന ഹസ്തരവളവ ശങ്കര അങ്കുരാദികൾ കമലരകസിയാധന അങ്കരവളവ ശങ്കരാദികൾ കൗഡവരകന ഹസ്തരജനകസിയാധന. ഹല്ലേലൂയ. ഈ ആരാധന ആമേൻ നമ്മുടെ വിടുതലായി ഭവിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളുടെ വിടുതലായി ഭവിക്കട്ടെ. നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ആമേൻ ഹല്ലേലൂയ അതൊരു സന്തോഷത്തിന്റെ അനുഭവമായി മാറട്ടെ. നമ്മൾ ഭാരപ്പെടുന്ന രോഗത്തിന്റെ വിഷയത്തിന് ഒരു സൗഖ്യമായി ഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഹല്ലേലൂയ. ഈ ആരാധന ഒരു വിടുതലാ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. ഈ ആരാധന ഒരു സൗഖ്യമാ. ഈ ആരാധന സന്തോഷമാ, ആനന്ദമാ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, എത്ര പേർക്ക് ഹല്ലേലൂയ ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞു? എത്ര പേർ ഈ വിടുതൽ അനുഭവിച്ചു? ആമേൻ. എത്ര പേർ ഈ സൗഖ്യം അനുഭവിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ ഒന്നും അസാധ്യമായിട്ടില്ല. നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ ഒന്നും അസാധ്യമായിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാം, നമുക്ക് ആ ദൈവത്തിൽ ഉറയ്ക്കാം. ഹല്ലേലൂയ. എല്ലാ അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സകല അധികാരത്തിനും മേലായ അധികാരമുള്ളവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഇത്ര സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം ഞങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം നടക്കുന്ന മീറ്റിങ്ങിനെ കർത്താവ് ഏറ്റവും അനുഗ്രഹമാണ് ആക്കണമേ, വിടുതലാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തില് ഹല്ലേലൂയ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു വിടുതലിന്റെ അനുഭവമാക്കി ദൈവം തീർത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. മീറ്റിങ്ങിനെ ദൈവം അപ്രകാരം തീർക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി ദൈവം തീർക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ഭാവിക്ക് അവരുടെ ആത്മീയ ജീവിതത്തിനൊക്കെ അനുഗ്രഹമാക്കി നന്മയാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവേ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ദാസിയുടെ നാവിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകണമേ കർത്താവേ. കേൾക്കുന്ന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തിരുനിടയാക്കണം. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ആമേൻ. ദൈവത്തിന്റെ ഹല്ലേലൂയ വലിയ കൃപയെ അനുഭവിപ്പാൻ നമുക്ക് കാലമിടയാക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ അനേക വിഷയങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നല്ലോ. ആ പ്രാർത്ഥനകളെല്ലാം കർത്താവ് ഇന്നൊരു വിടുതലായി ഭവിക്കട്ടെ. ഇന്ന് ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മറഞ്ഞിരിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ആരാധന സ്വീകരിച്ചത്
സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. പ്രത്യാശയോടെ നിൽക്കുവാനുള്ള കൃപ തരണം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ പാടിച്ചുറിപ്പാൻ ഇന്ന് പൽക്കാലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പാചരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന വാഴ്ച സ്തുതിക്കുന്നു. നമ്മുടെ ആൻസ് അമ്മയുടെ അനുജിത്യാണ് കർത്താവിന്റെ വേലയിൽ കേരളത്തിൽ അതിശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു കർത്തൃവേല കുടുംബമാണ്. അല്ലെങ്കിൽ ആസ്വാദനം കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഒപ്പം വർഷിപ്പിടിയതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. തുടർന്നും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ആസ്വാദനം നമ്മുടെ ദേശത്ത് വാസിന്റെ ദേശത്താണ് അവന്റെ മാതാപിതാക്കൾ താമസിക്കുന്നത്. ആ ദേശത്തിന് വേണ്ടി പ്രവാസ സമയങ്ങളിലും രാത്രിയാമങ്ങളിലും ഒക്കെ എഴുന്നേറ്റിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ 2 കുഞ്ഞുങ്ങളാണല്ലോ, മക്കളാണല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഏത് പ്രാർത്ഥന വിഷയവും പേഴ്സായിട്ട് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം. അല്ലെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ ചനല് നമ്മുടെ ഒപ്പം ആയിരുന്ന സഹോദരിമാർ ഒന്നിച്ച് അല്ലെങ്കിൽ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഗ്രഹമാക്കി തീർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ജ്യേഷ്ഠത്തിയായ നമ്മുടെ ഒപ്പം എല്ലാ ദിവസവും ജോയിൻ ചെയ്ത് എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ആൻസ് അമ്മയാണല്ലോ ഇന്ന് നമുക്ക് മെസ്സേജ് പറയുവാൻ തയ്യാറായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ തക്കണം കർത്താവ് ഇടയാക്കട്ടെ. മിൻസിസ്റ്റർ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിൻസിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നല്ല മനോഹരമായ പാട്ടുകളൊക്കെ പാടുക, അത് കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു. അല്ല, ഞങ്ങൾ കേൾക്കാത്ത പാട്ടുകളൊക്കെ പാടി അതൊന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതിനകത്ത് നിന്ന് പറഞ്ഞ ദൂതകൾ പാട്ടിൽ കേട്ടാൽ ഞങ്ങൾ ദൂതകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തൊക്കണം ഇടയാക്കണായി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വചന സന്ദേശത്തിന് വേണ്ടി നമ്മുടെ ആൻസ് സമയം ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും ബോധ്യപ്പെടുത്തുവാനെല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനവുമായി അല്പസമയം നിങ്ങളുടെ മധ്യയായിരിക്കാൻ തക്കോണം, ഗ്രൂപ്പിലായിരിക്കാൻ തക്കോണം കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ നല്ല അവസരങ്ങൾക്കായി അത് വലിയ ഭാഗ്യമായി ഞാൻ എണ്ണുകയാണ്. എനിക്ക് വലിയ കഴിവോ മുടുക്കോ യോഗ്യതയോ ഒന്നും ദൈവത്തിന് പറയുവാനില്ലെങ്കിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരം അത് വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ദൈവകരങ്ങളിലേക്ക് അതിനെ തന്നെ സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും ധൈര്യ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അല്പസമയം കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അപ്പോൾ പാട്ടുകൾ പാടിയത് എൻ്റെ അനുജത്തിയാണ്. ഞങ്ങൾ 3 പെൺമക്കളാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദേവദാസി പറഞ്ഞതുപോലെ കർത്താവിനെ പരമാർത്ഥമായി സ്നേഹിക്കുന്ന സേവിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായി ജനിപ്പാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം ദൈവം ഒരുക്കി തന്നു. സുസ്ഥതയോടെ കർത്താവിനെ സ്നേഹിക്കുന്ന പരമാർത്ഥമായി ദൈവത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായി ഈ ഭൂമിയിലായിരിക്കാൻ തക്കോണം അത് വലിയ ഭാഗ്യം. ഞങ്ങൾ ഒന്നുമില്ല ദൈവത്തിന് യഥാർത്ഥമായി സ്നേഹിപ്പാൻ തക്കോണം ഞങ്ങളെയും ദൈവം എത്രത്തോളം ഒക്കെ ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളൊക്കെ കർത്താവ് ഒരുക്കി നടത്തുന്ന ദൈവത്തിന്റെ വലിയ വിശ്വസ്തകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞിലെ ഞാൻ ഓർക്കുകയാണ് എന്റെ മാതാവ് എന്റെ കുഞ്ഞു പരുവത്തിലെ എനിക്ക് അവധിയുള്ളപ്പോഴൊക്കെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഭവനങ്ങളിലൊക്കെ ട്രാക്ട് കൊടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടാണ് ദൈവസന്നിധിയിൽ വളരുവാനായിട്ട് ഇടയായിട്ടുള്ള അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഉപസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മാതാവിന്റെ അനുഭവങ്ങൾ കണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഞങ്ങൾക്ക് അല്പമായി ഒരുപാട് ഞങ്ങൾക്ക് ആ മാതാവിന്റെ അനുഭവം അതുപോലെ ഞങ്ങൾക്ക് പറയുവാൻ ഒക്കുകയില്ലെങ്കിലും ഞങ്ങൾക്ക് അല്പമായൊക്കെ ദിവസം അതുപോലൊക്കെ ആയിരിക്കാം ഞങ്ങളുടെ മാതാവ് കാണിച്ചു തന്ന മാതൃക പോലൊക്കെ കർത്താവിനെ തന്നെ അല്പമായൊക്കെ ആയിരിക്കാം. അതൊക്കെ കർത്താവ് ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിലെ സഭകളിലൊക്കെ ദൈവം സഹായിക്കുന്നപ്പോൾ എൻ്റെ അനുജത്തി ഒരു കർത്തദാസന്റെ വൈഫാണ്. അവര് സഭയുടെ ചാർജ് വഹിച്ച് ദേശത്ത് അവരായിരിക്കുന്നു. കർത്താവ് അവരുടെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കേണ്ടതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അവർക്ക് അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളെ പേര് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗിറ്റാബി ജോൺ അവള് +2-നാണ്. പ്രത്യേകം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ വൈകിട്ട് ഭവനത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. റെജി വർഗീസ് എന്ന് പറഞ്ഞ ആ സഹോദരന് കഴിഞ്ഞ ഉച്ച കഴിഞ്ഞിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കർത്തദാസിയും മോളും കൂടെ ആ ഭവനത്തിലേക്ക് കടന്നു പോയിരിക്കുകയായിരുന്നു. കടന്നു ചെന്ന ആ ഭവനത്തിൽ ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നുപോയി. കാരണം ഒരു ചലനമില്ലാതെ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്,
ആ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഒത്തിരി പ്രയാസം തോന്നി. കടന്നു വന്നിട്ട് ഞാൻ രാത്രി ശരിക്കും ഉറങ്ങിയില്ല. കൂടെ എഴുന്നേറ്റ് ആ ഒരു അനുഭവം കണ്ടിട്ട് ഞാൻ വല്ലാതെ ഭാരപ്പെട്ടാണ് ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഞാനായിരുന്നെങ്കിൽ കാണാൻ എന്നെ കൊണ്ടുകൊണ്ടായിരുന്നു. അതുപോലെ എനിക്ക് അത്ര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയി പോയി. 52 വയസ്സേ ഉള്ളൂ. എന്റെ ഹസ്ബൻഡിന്റെ അതേ പ്രായമാണ്. ഞാൻ ആ ഒരു നിമിഷം അത് ചിന്തിച്ചു പോയി. കർത്താവെ, ഇത്രത്തോളം നമ്മളെ ആയുസ്സോടെ ആരോഗ്യത്തോടൊക്കെ ദൈവം നിർത്തുന്നുണ്ടല്ലോ. ഒരു അങ്ങനെ ഞങ്ങളവിടെ കടന്നു നിന്നപ്പോൾ വൈഫ് ഞങ്ങളെ കണ്ടപ്പോഴേ ഒത്തിരി പ്രയാസപ്പെട്ട. കാരണം അവർ ഒരുമിച്ച് അധികം ജീവിച്ചിട്ടില്ല. 10-20 വർഷം പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മടങ്ങി വരാനിരുന്ന സമയത്താണ് ഇങ്ങനെ അപകടം സംഭവിച്ചത്. ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് താഴെ വീണ് അങ്ങനെ ആരും കാണാതെ കുറെ നേരം അവിടെ കിടന്ന് അങ്ങനെയൊക്കെ ഒരവസ്ഥയിൽ 9 മാസം വെന്റിലേറ്ററിലായിരുന്നു. അവിടെ ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലായി പോയതെന്ന് അവർ പറയാൻ ആരും നോക്കാനില്ലായിരുന്നു. അവര് ഒരു മരിച്ച ശവം പോലെ അവർ ഒരിടത്ത് മാറ്റിയിട്ടിരുന്നു. അതുകൊണ്ട് ആരും അധികം കെയർ ചെയ്തില്ല. പോന്നെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ മാറ്റിയിട്ടതുകൊണ്ട് ആർക്കും നോക്കാൻ ശരിക്കും അവർ നോക്കിയില്ല. അതുകൊണ്ട് അവരൊത്തിരി പരിശ്രമിച്ചാണ് ഇങ്ങനെയെങ്കിലും ഈ നാട്ടിൽ കൊണ്ടുവന്നതെന്ന് പറയാനായിട്ടിടയാത്തിരുന്നു. ഞങ്ങൾ അന്നേരം പറഞ്ഞു, ദൈവത്തിന് ഈ അവസ്ഥയിൽ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമില്ലാതെ അവിടെ വെച്ച് മരിച്ചു പോകാമായിരുന്നു. എന്നാൽ ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലാതെ ദേശത്തേക്ക് കൊണ്ടുവരത്തില്ല. ധൈര്യപ്പെടുവാൻ തക്കോണം ഞങ്ങൾ ആ സഹോദരിയോട് പറയാനിടയായിത്തീർന്നു. ഒരു വിധത്തിലും ഒരാശയില്ലാത്തൊരവസ്ഥയിലാണ് ആ മകൻ കിടക്കുന്നതെങ്കിലും ഞങ്ങള് ദിവസം പ്രാർത്ഥിച്ച് കർത്തദാസി പറഞ്ഞു എഴുന്നേറ്റ് നടക്കും എന്ന ഒരു ദൂത് പറയാനിടയായിത്തീർന്നു. കർത്തദാസി അങ്ങനെ അവർക്ക് ധൈര്യം കൊടുത്ത് ഉറപ്പ് കൊടുത്തൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നു. അപ്പൊ രാത്രി പിന്നെ കർത്തദാസിയുടെ നമ്പരൊക്കെ മേടിച്ചിട്ടു. വൈകിട്ട് തന്നെ മെസ്സേജ് അയച്ചു. അല്പം ഇച്ചിരിയൊക്കെ വ്യത്യാസമുണ്ട്. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് അയച്ചു. എനിക്കത് അയച്ചു തന്നു. പറഞ്ഞു, ഈ കഫം തൊണ്ട കഴിച്ചിട്ടാണ് ശ്വാസം എടുക്കുന്നതും അനകത്തിൽ കൂടാണ് ശ്വാസമൊക്കെ എടുക്കുന്നത്. അപ്പം അനകത്തിൽ കൂടാണ് കഫം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ രാത്രി 2-3 പ്രാവശ്യമൊക്കെ ഇത് എടുത്തു കളയണം. അപ്പൊ അത് ഭയങ്കര പുള്ളിക്കാരൻ അത് എടുക്കുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു, വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ഇതുപോലെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ സഭയുണ്ടെന്നൊക്കെ ഞാൻ ആ മകളോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു മെസ്സേജ് അയച്ചു. പിന്നെ ഇന്നലെ രാത്രി ആ കഫത്തിന്റെ അസ്വസ്ഥ ഒരു കുറച്ച് എല്ലാ ദിവസങ്ങളും 2-3 പ്രാവശ്യമൊക്കെ എടുത്ത് കളയുന്നത്. ഇന്നലെ ഒറ്റ പ്രാവശ്യം മാത്രമേ എടുത്തുള്ളൂ. അത് ഒരു കുറച്ച് മാത്രമേ ഉള്ളായിരുന്നെന്ന് പറയാനായിട്ടിടയായിത്തീരും. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങള് അവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമാകുമാർ അവർക്ക് ഒരു അല്പവിശ്വാസമായി ഞങ്ങളോട് പറഞ്ഞു. പോന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരണേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയാനായിട്ടിടയാകും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ലേറിയ പ്രാർത്ഥന. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അധികം പ്രായമില്ലാത്തവരാണ്. ഒരാള് 10ാം ക്ലാസ്സിൽ, ഒരാൾ 8ാം ക്ലാസ്സിലുമേ ആണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായം അറിയാലോ. ഒരു പിതാവ് കിടക്കുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥകൾ നമുക്കറിയാമല്ലോ. പ്രത്യേകം ഓർത്ത വിഷയത്തെ ഓർത്ത് ദൈവം വിടുതലുകൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ദൈവം പൂർണ്ണമായ ഒരു സൗഖ്യം അവന് കൊടുക്കേണ്ടതിന് വേണ്ടി എല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥനയെ ചോദിക്കാൻ നമ്മുടെ പരസ്പരമുള്ള പ്രാർത്ഥനയൊക്കെയാണ്, നമ്മൾ കരുതലും സ്നേഹവും ഒക്കെയാണ് നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുന്നത്. നമ്മളെ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒക്കെ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്കൊരു കൂട്ടം സഹോദരിമാർ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് നമ്മുടെ ഓരോ വിഷയങ്ങളെ അവരുടെ വിഷയം പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് തരുന്ന ഈ നല്ല കൂട്ടത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്ന. അല്പസമയം ദൈവത്തിന്റെ വചനം സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് അല്പസമയം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിന് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കുക. പ്രവചനം 27-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി അതിന്റെ മേളത്തെ വാക്യത്തെ പറയുന്ന മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാടുന്ന ഒരു പാട്ടിനെ പറ്റിയാണ് മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കുമ്പോൾ യഹോവയായ ദൈവം അതിനെ സൂക്ഷിക്കുന്നു, ക്ഷണം പ്രതി അതിനെ നനയ്ക്കുന്ന ദൈവമാണ്, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കുന്ന ദൈവമാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ മക്കളെയോ നമ്മുടെ ഏതെങ്കിലും ഒരു അവസ്ഥയെ നമുക്ക് ക്ഷണം പ്രതി സൂക്ഷിക്കാൻ പറ്റുമോ ദൈവമക്കളെ? അല്ലെങ്കിൽ അതിനെ ക്ഷണം പ്രതി നനയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ രാവും പോലും ഞാൻ അതിനെ സൂക്ഷിക്കാമെന്ന് നമുക്ക് ആരോടെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? എന്നാൽ നമ്മുടെ വലിയവനായ കർത്താവ് നമ്മളോട് പറയുകയാണ്, ക്ഷണം പ്രതി ഞാൻ അതിനെ നനച്ചുകൊള്ളാം, അല്ലെങ്കിൽ സൂക്ഷിച്ചു കൊള്ളാം, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ രാവും പകലും അതിനെ സൂക്ഷിക്കുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്.
ആ ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഭാരമേറിയ അവസ്ഥകള്, പ്രയാസമേറിയ അവസ്ഥകള്, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിന്റെ ഈ വചനത്തിൽ നമുക്ക് ബലപ്പെടാം. ക്ഷണം പ്രതി നമ്മളെ നനയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടുന്നതായ നമ്മുടെ ശാരീരികമായ അവസ്ഥയായാലും മാനസികമായ അവസ്ഥകളൊക്കെ ആയാലും നമ്മളെ ക്ഷണം പ്രതി നമ്മളെ സൂക്ഷിച്ച് നടത്തുന്ന ഒരു ദൈവം, ആരും നമ്മളെ തൊടാതിരിക്കേണ്ടത് നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവ സാന്നിധ്യം, ഈ ഒരു വലിയ ദൈവത്തെ കണ്ടുമുട്ടിയത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. ആമേൻ. അനേകർക്ക് ആശ്വസിപ്പാൻ വകയില്ലാതിരിക്കുമ്പോൾ നമുക്ക് ആശ്വസിപ്പാൻ, നമുക്ക് ആമേൻ ചാരുവാൻ വലിയൊരു ആശ്വാസമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ മാർവ് ആകയാൽ കർത്താവിൽ നമുക്ക് ആശ്രയം വെക്കാം. ഒരിക്കലും നമ്മൾ നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യാതെ കർത്താവിന്റെ ആ സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്ക് മറഞ്ഞ് ഓരോ ദിവസം ആയിരിക്കാതെ കൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ ആവർത്തന പുസ്തകം 32-10 വാക്യത്തിൽ പറയുന്ന എല്ലാ വാക്യങ്ങളും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, തൊട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ശത്രു നമ്മളെ തൊടാതെ, ചുറ്റും നമ്മളെ നോട്ടമിടാതെ കൊണ്ട് നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന ആ വലിയ ദൈവ സാന്നിധ്യം, അതുപോലെ കൺമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ പരിപാലനം, ഇതൊക്കെ എത്രയോ വലിയ ദൈവിക കരുതലാണ് നമ്മൾക്ക് വേണ്ടി അപ്പൻ ആമേൻ മക്കളെ സൂക്ഷിക്കുന്നത് പോലെ. ആമേൻ. പ്രയോജനത്തെ പറഞ്ഞത് അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന ആ കർത്താവിന്റെ പരിപാലനം എത്ര വലിയതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്നത്, നമ്മളെ സൂക്ഷിക്കുന്നത്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ, കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് നമുക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. ഒരു 2 കൺപോളകളാൽ അതിനെ സംരക്ഷണം ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ നമ്മൾ പെട്ടെന്ന് അടയ്ക്കും, കണ്ണടയ്ക്കും. അതുപോലെ സൂക്ഷിക്കപ്പെടുന്ന ഒരു അവയവമാണ് കണ്ണെന്ന് പറഞ്ഞാൽ. അതിനകത്ത് വല്ലവും എന്തെങ്കിലും ഒരു പൊടി വീഴുകയോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ വരികയോ എന്തെങ്കിലും ചെയ്താൽ നമുക്കറിയാം അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നമുക്ക്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന ആ കണ്ണിന്റെ കൃഷ്ണമണി എങ്ങനെയാണോ അതുപോലെ ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് കർത്താവിന്റെ വാഗ്ദത്തമാണ് നമ്മളോടുള്ള. അതിൽ നമുക്ക് ആശ്രയിക്കാം, വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഭാരമേറിയ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിനോട് ചോദിക്കാപ്പ, അങ്ങനെ കൺമണി പോലെ സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. അതുപോലെ നമ്മുടെ ആമേൻ തലമുറകള് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന മണ്ഡലങ്ങളിലൊക്കെ കർത്താവെ കണ്ണിന്റെ ഒരു കൃതദാസിനകത്ത് വന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇപ്രകാരം പറഞ്ഞിട്ടാണ് എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ കണ്ണിന്റെ കൃഷ്ണമണിക്കുള്ളിൽ എന്റെ കുഞ്ഞുങ്ങളെ മറച്ചു കൊള്ളണമേ എന്ന് ആ കൃതദാസി പറയുന്നത് കേൾപ്പാനായിട്ട് ഇടയായി തീർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ കണ്ണിന്റെ കൃഷ്ണമണിക്കുള്ളില് അമ്മയെ ഭദ്രമാക്കി ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് കർത്താവിന്റെ സ്ഥലം നമുക്ക് പറയാം. അതുപോലെ കർത്താവിന്റെ തൃക്കൈയിൽ, ആവർത്തന പുസ്തകം 33-3 വാക്യത്തിലാണ്, കർത്താവിന്റെ തൃക്കൈയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിക്കളവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിന്റെ ജനം, അതിൽ ദൈവത്തെ യഥാർത്ഥമായി പരമാർത്ഥമായി സ്നേഹിക്കുന്ന കർത്താവിന്റെ ജനം കർത്താവിന്റെ തൃക്കൈ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൈയുടെ സംരക്ഷണം നമുക്ക് എപ്പോഴും, കർത്താവിന്റെ കൈയുടെ സംരക്ഷണം, ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, യോബ് 7-20 വാക്യത്തിൽ പറഞ്ഞു, കർത്താവ് മനുഷ്യ പാലകനാണ്. യോബ് തന്റെ കഷ്ടതയില്, തന്റെ പ്രയാസമേറിയ അനുഭവങ്ങളില് കർത്താവിനോട് ചോദിക്കുക, മനുഷ്യ പാലക എന്ന് പറഞ്ഞ ആ വാക്യം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മനുഷ്യന്റെ പാലകനാണ് കർത്താവ്. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മനുഷ്യന്റെ പാലകൻ നമുക്ക് ആമേൻ ഒന്നിനെയും സംരക്ഷിക്കാനോ പാലിപ്പാനോ കഴിയാതിരിക്കുമ്പോൾ സകലത്തിന്റെയും ഉടയവനായ കർത്താവ് നമ്മളെ പാലിച്ച് ഓരോ ദിവസവും വഴി നടത്തുന്ന ഇത്രയും വാഗ്ദത്തങ്ങൾ നമുക്കുള്ളപ്പോൾ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഒന്നിനാലും ഭാരപ്പെട്ടു പോകണ്ട, ഒന്നിനാലും നിരാശപ്പെട്ടു പോകണ്ട. നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തക്ക സമയത്ത് ദൈവം തരും. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയേണ്ടതിനാണ്. നമ്മളെ ചിലപ്പം പരീക്ഷയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, ഭാരങ്ങളിൽ കൂടെ ദൈവം നടത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? യോബിനെ എന്തിനാണ് പരീക്ഷയിൽ കൂടെ കടത്തിവിട്ടത്? യോബിന്റെ വിശ്വാസം ത്യജിച്ച് കളയുമോ അല്ലെങ്കിൽ ഭക്തി ത്യജിച്ച് കളയുമോ എന്ന് അറിയാനാണ്. അതുപോലെ അവരവർക്ക് നേരിടുന്നതായ പരീക്ഷകള്, ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ ഉരച്ചു നോക്കുകയാണ്. നമ്മളെ പൊന്നുപോലെ പുറത്തു വരുമോ എന്ന് കർത്താവ് നമ്മളെ ഒന്ന് പരീക്ഷിച്ചറിയുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ്, ആവർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് കർത്താവ് പരീക്ഷിച്ചറിയേണ്ടതിനാണ് നമ്മളെ ഈ ശോധനയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ ഒക്കെ നടത്തുന്ന നമ്മുടെ പരിപാലകനാണ്, മനുഷ്യ പാലകനാണ് കർത്താവ്. ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവമാണ്. നാശത്തിലേക്ക് തള്ളിക്കളയുന്ന ദൈവമല്ല. പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. സാത്താൻ യോബിനെ പരീക്ഷിച്ചപ്പോൾ, യോബിന്റെ പുസ്തകത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്, ദൂതന്മാർ ചെന്ന് നിന്നപ്പോൾ സാത്താനും ചെന്ന് നിന്നു. ദൈവം ചോദിച്ചൊരു ചോദ്യം എത്ര ശ്രേഷ്ഠമായ ഒരു ചോദ്യമാണ്. എന്റെ ഭക്തനായ
യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ച് പോകുന്ന ചോദിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ദൈവം ചോദിക്കും, എന്റെ കുഞ്ഞിന്റെ മേൽ ദൃഷ്ടി വെച്ചോ, അല്ലെങ്കിൽ അവന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ എന്നൊക്കെ ദൈവം ചോദിക്കും. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യന്റെ പാലകനാണ്. ഇത്രയും ഈ ഒരു വലിയൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിരാശകളൊക്കെ നമ്മളെ വിട്ടുപോകും. നമ്മുടെ ദൈവം ആരാണെന്ന്, അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ നല്ലൊരു ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു ഭാരത്തിലേക്ക്, നിരാശയിലേക്ക് വീണ്ടും പോകുകയില്ല. നമുക്ക് കഷ്ടമുണ്ട് ദൈവമക്കളെ, നമുക്ക് ഭാരമുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭാരമില്ലാത്ത, ദുഃഖമില്ലാത്ത ആരുമില്ല. ആമേൻ. എത്ര ധനവാനായിരുന്നാലും, എത്ര ആമേൻ ഹല്ലേലൂയ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ ജീവിതം ആദ്യോടൊന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ദുഃഖവും സന്തോഷവും ഒക്കെ സമ്മിശ്രമായ ഒരു ജീവിതമാണ്. എത്ര സുഖ സൗകര്യമാണ് നമുക്ക് പുറമേ നിന്ന് കണ്ടാൽ ഓരോടൊന്ന് ചോദിച്ചു നോക്കണം, നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ചിലപ്പം പണത്തിന് ഒരു ക്ഷാമവും ഇല്ലായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലോ സ്വസ്ഥതയോ സമാധാനം അവർക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും അവർ കഴിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായ സൗഖ്യമില്ലായിരിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന അനേക അവസ്ഥകൾ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് എപ്പോഴും സുഖമല്ല, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷവുമല്ല. അങ്ങനത്തെ ഒരു ഹല്ലേലൂയ ആമേൻ ഒരു ജീവിതത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതിന്റെ മധ്യത്തിലൊക്കെ നമ്മൾ കർത്താവിനെ കൈവിടാതെ അന്ത്യം വരെയും അവിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് മാത്രമാണ്. കർത്താവിനെ എത്രത്തോളം അടുത്തറിയാമോ, നമ്മുടെ ദൈവമായ രുചിച്ചറിയുമോ, അത്രയും കർത്താവിന് കൂടെ ചേർന്നിരുന്ന, കർത്താവിനോട് പറ്റിയിരുന്ന ഓരോ ദിവസവും ജീവിപ്പാൻ തൊക്കണം. കർത്താവെ ഹല്ലേലൂയ നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ യോബിൽ തന്നെ പറയുന്ന നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കുന്ന ദൈവം. യോബത്തിന്റെ 12 പറയുന്നു നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കും. യോബിന്റെ പുസ്തകത്തിൽ പലയിടത്തും പറയുന്നുണ്ട് നമ്മുടെ ശ്വാസത്തെ, അത് ദൈവത്തിന്റെ ശ്വാസമാണ്. നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ആദ്യ മാതാപിതാക്കൾ കർത്താവിന്റെ ദൈവത്തിന്റെ കൈകൊണ്ട് മനഞ്ഞിട്ട് അവരുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി ദൈവം അവരെ ഹല്ലേലൂയ മനുഷ്യരായി ഈ ലോകത്തിലേക്ക് ഹല്ലേലൂയ ആക്കി വെച്ചിരിക്കുന്നതായ അനുഭവങ്ങളൊക്കെ നമുക്ക് വചനത്തിൽ കൂടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്ന് നമ്മുടെ മൂക്കിൽ കൂടെ ഊതുന്നതായ ശ്വാസം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ശ്വാസം അത് ദൈവിക ശ്വാസമാണ്. അതെടുക്കുവാനും അത് ഹല്ലേലൂയ തരുവാനും കഴിവുള്ളവൻ നമ്മുടെ കർത്താവാണ്. നമുക്കൊന്നും നമ്മുടെ ഹല്ലേലൂയ ജീവൻ ഒരു ഗ്യാരണ്ടിയും പറയാൻ നമുക്ക് ഒക്കുകയില്ല. ആരെക്കുറിച്ചും ഒന്നും പറയാൻ നമുക്ക് പറ്റുകയില്ല. പിന്നെ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിപ്പാനല്ലാതെ കഴിയുകയില്ല. അത് എപ്പോൾ എടുക്കണം, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് തരണമെന്നൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദൈവം കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ ശ്വാസത്തെ പോലും പരിപാലിക്കുന്ന ദൈവം നമുക്ക് നിസ്സാരമെന്ന് തോന്നാം. എങ്കിലും നമ്മളെ ഹല്ലേലൂയ പലരെയും കാണുമ്പോൾ ഇന്നലെ ഞാൻ കടന്നുപോയ ആ മകനും അതുപോലെ കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്തിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച് കർത്താവെ നമ്മുടെ ശ്വാസത്തിനൊക്കെ എത്ര വില കൊടുക്കണം, എന്തൊക്കെ അനുഭവങ്ങളാണ് മനുഷ്യൻ കടന്നു പോകുന്ന അവസ്ഥകൾ എന്നൊക്കെ ചിന്തിക്കാൻ ഇടയായിട്ട് നമ്മുടെ ശ്വാസത്തെ അതിനെ സാരമെന്ന് വിചാരിക്കല് ദൈവമക്കളെ. നമ്മുടെ ശ്വാസത്തെ പോലും പരിപാലിക്കുന്ന ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമാണ്. അവർക്ക് 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം ഹല്ലേലൂയ നമ്മൾ സ്ഥിതി മാറ്റുവാനൊക്കെ നമ്മൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനമാണല്ലോ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സമയത്ത് നമ്മളെ ഉയർത്തുവാൻ, അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പാൻ കർത്താവിന്റെ വചനത്തിൽ കാണുന്ന പോലെ ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട്. ഹബക്കൂക്കിൽ പറയുന്നത് പോലെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. അത് വരെ നിശ്ചയം, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്നുള്ള ദൈവിക വാക്തത്വത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മളോടൊരു ദൈവിക വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമാണെന്നാൽ നമ്മുടെ സമയമല്ല, അത് ദൈവത്തിന്റെ സമയത്താണ് നടക്കുന്നത്. ഹാലിൽ നമുക്ക് തോന്നാം, കർത്താവേ ഇതെന്താണ് നടക്കാത്തത്, നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണല്ലോ, അതിപ്പോൾ എനിക്ക് വേണം, അത് അത്യാവശ്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിലും അത് ദൈവത്തിന്റെ സമയമാണ്, നമ്മുടെ സമയമല്ല. ദൈവത്തിന്റെ സനയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും ദൈവം ലജ്ജിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് തരുന്ന നന്മ വേറൊരാൾക്കും എടുത്തത് ദൈവം കൊടുക്കുന്ന ദൈവമല്ല, നിങ്ങൾക്ക് തന്നെ അത് തരും. ചിലപ്പോൾ അതിന്റെ സമയങ്ങൾ ഹാലയിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ലെന്ന് മാത്രമേ ഉള്ളൂ. ആരും നിരാശപ്പെടൽ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിനും
ദൈവം തക്ക സമയങ്ങളിൽ മറുപടി തരും. അത് ദൈവത്തിന്റെ കരങ്ങളുള്ള പദ്ധതിയാണ്. നമ്മൾ എപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കുന്നു. ദൈവം ഒരിക്കലും ആ ഒരു ദൈവ പൈതലിനെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ വിശ്വസ്തതയെ കണക്കിടുന്ന ദൈവമാണ്. നമ്മുടെ ഹല്ലേലൂയ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്നുള്ളത് കണക്കിടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അമ്മയെ വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ആരെയും നമ്മള് ബൈബിൾ ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ ആരെയും കർത്താവ് ലജ്ജിപ്പിച്ച ദൈവമല്ല. തക്ക സമയത്ത് ദൈവത്തിന്റെ ഹല്ലേലൂയ ബലമുള്ള കരങ്ങൾ നമ്മൾ താണിരുന്നാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവമേ, വിശ്വസ്തയോടെ കർത്താവിന്റെ കരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ സ്ഥിതി മാറ്റണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തരണമേ എന്നത് തീർച്ചയായിട്ടും ഒരു ദൈവവേദന പ്രാർത്ഥിക്കാൻ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട്. എന്നാൽ ആമേൻ മറുപടിക്കുള്ളതായ സമയം കർത്താവിന്റെ സമയമാണ്. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതുപോലെ നമ്മളെ വേലി കെട്ടി നമുക്കുള്ളതിനെ ചുറ്റും നമുക്കുള്ളതിനെയൊക്കെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. ഹാലേലൂയ. നമ്മളെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം യോബിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചത് കൊണ്ടാണ് സാത്താൻ അങ്ങോട്ട് കടക്കുവാൻ കഴിയാഞ്ഞത്. നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന വേദഭാഗങ്ങളൊക്കെയാണ്. എന്നാലും നമുക്ക് ചിന്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കുന്നല്ലോ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളെ നമുക്ക് പല അനർത്ഥങ്ങള് ആപത്തുകളൊക്കെ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അറിയാതിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് നമ്മുടെ കണ്ണാലൊന്നും കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കുള്ളതിനും ഒക്കെ ചുറ്റി വേലി കെട്ടി നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അടുത്തതായി പുറപ്പാട് പുസ്തകം 33:14 പറയുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ്. അത് മോശയോടുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നതാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് ദൈവം മോശയോട് പറയുന്നു. നിങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവസ്ഥകളുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത, തീർച്ചയായിട്ടും നമുക്ക് സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന വേദനകള്, യാത്രയുടെ യാമങ്ങളിൽ ഹാലിൽ ചിന്തിച്ച് കിടന്ന ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആ കൃപയുണ്ടെങ്കിൽ, കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് തരണമേ, എനിക്ക് സ്വസ്ഥത തരണമേ എന്ന് മോശ വലിയ ജനത്തെ പരിപാലിച്ചുകൊണ്ട് മരുഭൂമിയിൽ കടന്നു പോകേണ്ടതിന് ദൈവത്തോട് യാചിച്ചൊരു വചനമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മോശയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ആ വലിയ സാന്നിധ്യം മോശയോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ആർക്കും ഇതുവരെയും ചെയ്യുവാൻ കഴിയാത്ത വലിയ അത്ഭുത പ്രവൃത്തികൾ മോശയിൽ കൂടെ ദൈവം ചെയ്തത്. നമ്മൾ കൂടെയും വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ദൈവജനമേ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി വലിയ വലിയ പദ്ധതികൾ നമ്മളെ കുറിച്ച് ദൈവത്തിനുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ദൈവസ്ഥാനിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹാലലി സ്വസ്ഥമായി, അല്ലെങ്കിൽ ഹാലലി എനിക്ക് സമാധാനപരമായി ലോകത്തിൽ ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ ധാരാളമായി കൃപ നമുക്ക് വേണം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ആ സ്വസ്ഥത നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 34:24 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിപ്പാനായിട്ട് കയറി പോകുന്ന സമയങ്ങളിൽ അവരോട് പറയുന്ന ഒരു വേദഭാഗമാണ്, നിന്റെ ദേശം ഒരു മനുഷ്യനെ മോഹിക്കാതെ അതിനെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ തന്നെ നമ്മുടെ പലതിനെയും ശത്രു മോഹിക്കാതെ വണ്ണം ദൈവം നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കുള്ള നന്മകളെ അല്ലെങ്കിൽ നമുക്കുള്ള തലമുറകളെയൊക്കെ ശത്രു പലപ്പോഴും മോഹിക്കാമായിരുന്നു ദൈവജനമേ. അതിനൊക്കെ ദൈവമാണ് പരിപാലിക്കുന്നത്. ലോകത്തിൽ എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് തലമുറയോടുള്ള ബന്ധത്തില് നടക്കുന്നത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം ദൈവം സംരക്ഷിക്കുന്നില്ലേ, പരിപാലിക്കുന്നില്ലേ. ഒന്നിനെയും മോഹിക്കാതെ വേണം, ശത്രു ഒന്നിനെയും മോഹിക്കാതെ വേണം. അതിന്റെ ദൈവം എത്രത്തോളം പരിപാലിക്കുന്നത്. ദൈവത്തിന് ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ഒന്നിനെയും മോഹിക്കാതെ ഞാൻ അതിനെ സംരക്ഷിച്ചുകൊള്ളാവുന്ന ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ സകലത്തെയും ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ശത്രു കള്ളന ഒരു വീട് മോഷ്ടിക്കണമെങ്കിൽ നേരത്തെ അവനെ മോഹിച്ചു വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇന്നത് ഒരു കാര്യം എനിക്ക് വേണമെന്ന് അവൻ ചിന്തിച്ചു വെച്ചിട്ടാണ് പിന്നീട് അത് വന്ന് ഹല്ലേലൂയ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ശത്രു ഒന്നിനെ മോഹിക്കാതെ വേണം നമുക്ക് ദിവസങ്ങൾ കർത്താവിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്കുള്ളതിനെ ഒന്ന് ശത്രു മോഹിപ്പാൻ അനുവദിക്കല്ലേ എന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക്
ഇതിനെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഭക്തർ നിറഞ്ഞൊരു വല്ലാത്തൊരു കാലത്തിന്റെ അനുഭവത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളോട് കൂടെയില്ല. ഒരുവിധ ഇടങ്ങളിലാണ് നമുക്ക് പോയി അവരെ നോക്കുവാനോ സൂക്ഷിപ്പാനോ ഒന്നും കഴിയാത്ത അനുഭവങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്റെ കുഞ്ഞിനെ ഒന്നും മോഹിപ്പാൻ അനുവദിക്കാതെ, ഒരു ശത്രുവും മോഹിപ്പാൻ അനുവദിക്കാതെ, ഒരു ദുഷ്ടശക്തികൾ അവനെ മോഹിപ്പാൻ അവളെ മോഹിപ്പാൻ ഇടയാകാതെ ആ കുഞ്ഞിനെ ദൈവം സംരക്ഷിച്ചു കൊള്ളണമേ എന്ന ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും അവരെ പരിപാലിക്കും. നമുക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ ദൈവ കരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഉള്ളതിനെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ശത്രുവിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ഹാലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലേലൂയ. അതുപോലെ ഹാലേലൂയ, എത്രത്തോളം നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാലേലൂയ. ഹാലേലൂയത്തോളം നമ്മളെ സൂക്ഷിക്കുന്ന, നമുക്ക് പരിപാലിക്കാൻ പറ്റാത്തടത്ത് നമുക്ക് നമ്മളെ പരിപാലിക്കുന്ന കടന്റെ കൃഷ്ണമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്ന, നമുക്ക് സ്വസ്ഥത തരുന്ന ആ ദൈവത്തിന്, ഹാലേലൂയത്തോളം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നമുക്ക് എന്ത് പകരം കൊടുക്കാനായിട്ട് കഴിയും? ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 12-13 വാക്യത്തിൽ പ്രകാരം പറയുന്നു, ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നമ്മളോട് ദൈവം വേറൊന്നും ചോദിക്കുന്നില്ല. നീ എനിക്ക് ഹല്ലേലൂയ അത് തരണം ഇത് തരണം എന്നൊന്നും ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല. പിന്നെ ദൈവം നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടണം. അവന്റെ എല്ലാ വഴികളിലും നമ്മൾ നടക്കണം. അവനെ സ്നേഹിക്കണം. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഹല്ലേലൂയ സേവിക്കുകയും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ടാണോ അതല്ല ദൈവത്തിന്റെ നന്മയ്ക്കായിട്ടോ? നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് ചെയ്തു കൊടുത്തിട്ട് ദൈവത്തിന് നന്മ ചെയ്തു കൊടുക്കുകയാണ് നല്ല അവന്റെ വചനത്തിൽ പറയുന്നത്. നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നമുക്ക് അനുഗ്രഹം വരാണ്, നമ്മളെ ദൈവം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കണം, സേവിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നന്മയ്ക്കും വേണ്ടി കൂടിയാണ്. നമുക്കൊരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലെ അല്ലെങ്കിൽ വിശ്വസ്തയോടെ ജീവിക്കണം, അല്ലെങ്കിൽ പരമാർത്ഥ ഹൃദയത്തോട് ജീവിക്കണമെന്ന് പലപ്പോഴും പറയുന്നത് ഹാലേലൂയ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിന്റെ വചനത്തിൽ അപ്രകാരമാണ് കാണുന്നത്. കർത്താവിനെ ഭയപ്പെടണം, കർത്താവിന്റെ എല്ലാ വഴികളിലും നടക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെയൊക്കെ കർത്താവിനോട് അടുത്തിരിക്കാൻ പറ്റുമോ പ്രകാരം ഭയത്തോടെ ഭക്തിയോടെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങള് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യമൊക്കെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ജീവിപ്പാൻ തക്കോണം ദൈവമക്കളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാലേലൂയ. നമ്മുടെ സമയങ്ങളെയൊക്കെ പാഴാക്കി കളഞ്ഞാൽ നമുക്ക് തിരികെ ലഭിക്കുകയില്ല. നമ്മുടെ ആയുസ്സിനെ ഹാലേലൂയ ഇന്നലെ ലഭിച്ച ആരോഗ്യം ഇന്ന് ലഭിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ ലഭിക്കുന്ന സമയങ്ങളൊക്കെ തക്കത്തിന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണമോ അപ്രകാരം തന്നെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. കർത്താവിന് ഹിതമുള്ള മക്കളായി, കർത്താവിന്റെ പ്രിയ മക്കളായി ദൈവത്തോട് അടുത്തിരുന്ന് നമുക്ക് ജീവിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായി തീരാം. നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ഹാലേലൂയ കരയുന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ. നമ്മുടെ കുടുംബം ഒരു പ്രാർത്ഥനാ കുടുംബമായി തീരട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്ന ഒരു ഭവനമായി തീരട്ടെ. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും ഇറങ്ങി വരുന്ന ഭവനങ്ങളായി തീരട്ടെ. നമ്മുടെ ഭവനങ്ങളൊക്കെയും പ്രകാരം തന്നെ നമ്മുടെ തലമുറകളും അത് കണ്ടു വളർന്നു വരണം. കർത്താവ് അവരെ അതിനായി സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് ഹാലേലൂയ നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ദൈവത്തിന്റെ അനേകം പ്രത്യേകതകൾ ഹാലേലൂയ ബൈബിളിൽ പറയുന്നുണ്ട്. അനേക ഭക്തന്മാർ കർത്താവിനെ കണ്ട അനുഭവങ്ങള്, അവരെ മരിച്ചവരെ പോലെ ദൈവത്തിൽ വീണ അനുഭവങ്ങളൊക്കെ നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ ഹാലേലൂയ നിലത്ത് വീണ അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ യോബിന്റെ പുസ്തകത്തിൽ ദൈവം തന്നെ ഹാലേലൂയ ദൈവത്തെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങള് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കൊക്കെ അറിയാം കർത്താവ് ആരാണെന്ന്, ദൈവം ആരാണെന്ന് നമുക്കൊക്കെ അറിയെങ്കിൽ നമ്മുടെ നാവിൽ കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല എങ്കിലും കർത്താവേ ആമേൻ ദൈവം ഇന്നാരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മുടെ നാവാൽ തന്നെ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ശക്തിയാണ്. യോബിന്റെ പുസ്തകത്തിൽ ഞാൻ യോബിന്റെ പുസ്തക ദിവസങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യോബിന്റെ പുസ്തക ഭാഗങ്ങളിലൊക്കെ യോബ് ഭാരപ്പെട്ട അവസ്ഥയില് യോബിനെ തന്റെ സ്നേഹിതന്മാരൊക്കെയും തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ യോബ് ഒന്നിനാലും ഭാരപ്പെട്ടില്ല. എത്രയും ഉറച്ചിരുന്നൊരു ദൈവഭക്തൻ ഹാലേലൂയ തനിക്ക് അറിയാം തന്റെ ജീവിതം എങ്ങനെയെന്ന് അറിയാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും
കർത്താവേ ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത് കുറവുകളാണ്, കുറ്റങ്ങളാണെന്ന് അയ്യോബ് എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് അയ്യോബ് പറയുന്നു. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല, ദൈവത്തോട് ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു നിന്ന് പറയുന്ന ഹല്ലേലൂയ. തന്റെ ജീവിത അനുഭവങ്ങൾ കൂടെയാണ് ദൈവം എന്തൊക്കെ യോബിനോട് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ദൈവിക കൽപ്പനകളൊക്കെ അതൊക്കെ പ്രമാണിച്ച് ജീവിച്ചൊരു വലിയ ഭക്തനാണ് യോബ്. ആമേൻ. യോബിന്റെ അടുക്കലേക്ക് ദൈവം വന്നിട്ട് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെയും കടന്നു 38 അധ്യായത്തിലൊക്കെ കടന്നു വരുമ്പോൾ ദൈവം പറയുന്നത് ആ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് വലിയ അത്ഭുതമായി തോന്നും. ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ചാണ്, ദൈവം ഉണ്ടാക്കിയതായ കാര്യങ്ങളെ കുറിച്ചാണ് യോബിനോട് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഹല്ലേലൂയ, മൂലക്കല്ല് എവിടെയാണെന്നൊക്കെ യോബിനോട് ചോദിക്കുന്നുണ്ട്. അതിന് അളവ് നൂൽ പിടിച്ചത് ആരാണെന്ന് യോബിനോട് ചോദിക്കുന്നുണ്ട്. ഭൂമിയുടെ അളവ് നിയമിച്ചവൻ ആരാണെന്ന് യോബിനോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയും ദൈവം ഹല്ലേലൂയ സൃഷ്ടിച്ചപ്പോൾ ഹല്ലേലൂയ എത്ര ജ്ഞാനത്തോടെയാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അല്പമായി നമുക്ക് എന്തെങ്കിലും ഒരു കിച്ചനകത്ത് ഒരു പുതിയൊരു കറി വെക്കണമെങ്കിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കില്ല, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുക എങ്ങനെയൊക്കെയാണെന്ന്. ദൈവത്തിന്റെ ആ ജ്ഞാനം ഒന്ന് നോക്കിയോ ദൈവമക്കളെ, ദൈവം പരീക്ഷിച്ച് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ ദൈവം അത് ഒരു ദിവസം പരീക്ഷിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെയായിത്തീരുമെന്ന് നോക്കിയിട്ടല്ല ഒരു കാര്യങ്ങളും ചെയ്തത്. അവന്റെ ജ്ഞാനത്തിന് അത്ര വലിയ മനുഷ്യന്റെ ബുദ്ധിക്കൊന്നും അത് എത്താത്തതാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനം. ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സമുദ്രത്തെ കൈകൊണ്ട് അടച്ചവൻ, സമുദ്രത്തിന്റെ ഹല്ലേലൂയ ഒരു കതവ് കൊണ്ട് സമുദ്രത്തെ അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ദൈവമക്കളെ? സമുദ്രത്തെ ദൈവം ഒരു കതവ് കൊണ്ട് അടച്ചു തുറന്നു വിട്ടാൽ പിന്നെ ഈ ഭൂമി ഉണ്ടോ? നമ്മളിതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ. നിനക്ക് ഇവിടെ വരെ കടന്നു വരാവൂ, ഈ അതിർ വിട്ട് നീ കടന്നു വരരുത്, അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ ആ വലിയ മാഹാത്മ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. ഹല്ലേലൂയ. ഹിമത്തിനും കൽമഴയ്ക്കൊക്കെ ഭണ്ഡാരം ഒരുക്കി വെച്ചിരിക്കുകയാണ് ദൈവം. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെയും. എത്ര വലിയ അത്ഭുതമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. കൽമഴയൊക്കെ പെയ്തതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലൊക്കെ കാണുവാനായിട്ട് കഴിയും. ഇതിനൊക്കെ ഹല്ലേലൂയ ഹിമം പെയ്തിറങ്ങുന്ന നമ്മുടെ സഹോദരിമാരൊക്കെ ഹിമം പെയ്തിറങ്ങുന്ന രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരാണല്ലോ. ഇതിനൊക്കെ ഒരു ഭണ്ഡാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അവിടെ നിന്നാണ് ഇത് പെയ്ത് ഇറങ്ങുന്നത്. കൽമഴ ഭൂമിയിലാണ് കല്ലുള്ളത്, എന്നാൽ ഉയരത്തിൽ ദൈവത്തിന്റെ ആ ഭണ്ഡാരത്തിൽ ഇതൊക്കെ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഹല്ലേലൂയ വർഷിപ്പിക്കേണ്ട സമയങ്ങൾ ദൈവം വർഷിപ്പിക്കും. കൽമഴയ്ക്ക് ഒരു ഭണ്ഡാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇടിമിന്നലിന് പാത ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും മിന്നൽ നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കത്തില്ല അതൊക്കെ. ഇടിമിന്നലിനുള്ള ഒരു പാത ദൈവം, ഈ പാതയിൽ കൂടെ നീ പോകാവൂ, ഇന്ന സ്ഥലത്തൂടെ നിനക്ക് പോകാം, ഈ പാത വിട്ട് നീ മാറിപ്പോകലെന്ന് മിന്നലിനോടൊക്കെ ദൈവം. കൽമക്കതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ നോക്കുമ്പോൾ ഇതിലേക്കൂടെ ഒക്കെ ഇടി മിന്നുന്നു, അല്ലെങ്കിൽ ഇടിമുഴക്കം കേൾക്കുന്നു. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവം ഇതിനോടൊക്കെയും കൽപ്പിക്കുന്ന ദൈവമാണ്. നീ ഇതിലേക്കൂടെ പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൂടെ നീ മിന്നല് പോകാവൂ എന്നൊക്കെ. അത് അതുപോലെ ദൈവത്തിന്റെ കൽപ്പന അതുപോലെ അനുസരിക്കും. ഹല്ലേലൂയ. ആകാശത്തിന് ഒരു നിയമം വെച്ചവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആകാശത്തോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ആകാശത്തിൽ നമുക്കറിയാമല്ലോ അനേകായിരം ഹല്ലേലൂയ. സ്തോത്രം. നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ ഒരു നിയമം വകയിലത്തെയും കാർത്തികയെയും കുറിച്ചൊക്കെ യോബിന്റെ പുസ്തകത്തിൽ പറയുന്നതിനെല്ലാം ഒരു നിയമം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹല്ലേലൂയ ദൈവം തന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടല്ല അതൊന്നും പ്രവർത്തിക്കുന്നത്. അത് ദൈവം ആ നക്ഷത്രങ്ങളോടൊക്കെ എങ്ങനെ കൽപ്പിക്കുന്നു അതുപോലെയാണ്. വെളിച്ചം കൊടുക്കാൻ പറഞ്ഞാൽ വെളിച്ചം കൊടുക്കുന്നു. ഹല്ലേലൂയ. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്നു. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ അനുസരിക്കുന്നതായ ദൈവിക സൃഷ്ടികള്, അവന്റെ മുമ്പിൽ വിറച്ചു നിൽക്കുന്ന ദൈവിക സൃഷ്ടികള്, ഇതൊക്കെ എത്രയോ അത്ഭുതമാണ് നമുക്ക് ചിന്തിച്ചാൽ. ഹല്ലേലൂയ. ഉരുക്കി വാർത്തതുപോലെ പൊടി. അതൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ദൈവത്തെ ഒരുപാട് സ്തുതിപ്പാൻ ഇടയായി തീർന്നു. നിലത്തെ പൊടിയെ ഉരുക്കി വാർത്തതുപോലെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? നമ്മുടെ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പൊടികളൊക്കെ നമ്മളൊന്ന് നോക്കിയേ, ഇത് ഉരുക്കി വാർത്തതുപോലല്ലേ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അന്നേരമാണ് ഇത് വായിച്ചപ്പോഴാണ് ചിന്തിച്ചത്, കർത്താവേ ഇതൊരു പൊടിയായിട്ട് പറന്നു കിടക്കുകയല്ല, ഉരുക്കി നമ്മള് ഹല്ലേലൂയ സിമെന്റ് ഒക്കെ ഇട്ട് വാർത്തു വെക്കുന്നത് പോലെയല്ലേ നമ്മുടെ ഭൂമിയൊക്കെ ഇരിക്കുന്ന, ഉരുക്കി വാർത്തു വെച്ചതുപോലെയല്ലേ ഇരിക്കുന്ന. ദൈവത്തിന്റെ സൃഷ്ടി എത്രയോ അത്ഭുതമാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ മഹാനഗരത്തെ കുറിച്ചൊക്കെ പറയുന്ന അതിന്റെ ആ ശ്രേഷ്ഠതയെ കുറിച്ചൊക്കെ പറയുന്നതുണ്ട്. നമ്മുടെ ദൈവത്തെ നമ്മൾ ചിന്തിച്ച് നോക്കി എത്രയോ അത്ഭുതമായിട്ട് ഈ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവന്റെ ജ്ഞാനത്തിന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവികമായ ആ ശക്തി ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരുത്താതെ തക്ക സമയങ്ങൾ ദൈവത്തിന് അറിയാം നമുക്ക് എന്ത് വേണമെന്ന്. ദൈവത്തിന് അറിയാം നമുക്ക് എപ്പോൾ വേണമെന്ന്. അതുപോലെ ദൈവം നമുക്ക് ചെയ്ത് തരുന്ന ദൈവമാണ്. നമ്മളൊന്ന് മാത്രം ദൈവത്തെ വിശ്വസ്തയോടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ നമുക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. വിശ്വസ്തയോടെ നിന്നാൽ കർത്താവിന്റെ കൽപ്പനകളെ ചട്ടങ്ങളെ അതുപോലെ അനുസരിച്ചാൽ നമുക്ക് കഴിയും. ദൈവമക്കളെ നമ്മുടെ സമയങ്ങളെയൊക്കെ വേർതിരിച്ചിരുന്ന കർത്താവിനെ വേർതിരിച്ചിരിക്കുമ്പോൾ അതൊക്കെ കണക്കുള്ളതാണ്. നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾക്കൊക്കെ അനേക സമയങ്ങൾ വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ഇരിക്കുന്ന സമയങ്ങളൊക്കെ അതിന് കണക്കുള്ളതാണ്. ആകയാൽ കർത്താവിനെ വിശ്വസ്തയോടെ സ്നേഹിക്കാം, സേവിക്കാം. നമ്മുടെ ഈ ജീവകാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. നമ്മുടെ തലമുറകൾ നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ചുറ്റുപാടിന് ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ സഭയ്ക്കൊരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ഇടങ്ങളിലും ദൈവം ഒരു ദൈവത്തിന് കൊള്ളാവുന്ന ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ടവരാക്കി നമ്മളെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. നമുക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് അമർന്നിരുന്നു കൊടുക്കാൻ കർത്താവ് അങ്ങ് പ്രകാരമാണോ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒന്ന് ഒരുക്കി എടുക്കണമേ എന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ താലന്തുകളെ ഒന്നും നഷ്ടപ്പെടുത്തി കളയല്ലേ. നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനാണോ താലന്തുള്ളത്? കരയുവാനാണോ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്? വചനം ധ്യാനിപ്പാനാണോ? അനേകരെ സഹായിപ്പാനാണോ? അനേകരുടെ കഷ്ടതകൾ ചെന്ന് കാണുവാനാണോ? അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അപ്രകാരം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ഈ ചെറിയ ഒരുവനെ ചെയ്യുന്നത് അത് ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി നമുക്കൊന്നും ഒന്നിനും കുറവില്ലാത്തവനാണ്. ആകയാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിപ്പാനും കരുതുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ തരുന്നത് അവസരങ്ങളൊന്നും ആരും നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ആ വലിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത്. ആരും നിരാശപ്പെട്ട പോലെ നിങ്ങളുടെ വിഷയങ്ങളെയൊക്കെ തക്ക സമയങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്തട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ത്തോളം സമയം കർത്താവിന്റെ പാതപടിയായിരുന്നു അല്പമായ ദൈവത്തിന്റെ വചനം ദൈവം എനിക്ക് തന്ന അറിവിനൊത്തവണ്ണം നിങ്ങളോട് വചനം അല്പമായി സംസാരിപ്പാൻ ദൈവനെ ശക്തികരിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ത്തോളം സമയം ഹല്ലേലൂയ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സഹോദരിമാർക്കും നിങ്ങൾക്ക് വചനം പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചില ദിവസങ്ങളോട് പറഞ്ഞപ്പോഴത്തോട്ട് ഞാൻ ദിവസത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഏറ്റെടുത്തൊരു വിഷയമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരട്ടെ എന്ന് ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എത്രത്തോളം പ്രോത്സാഹനം എന്ന് ഞാൻ എന്റെ ശിശുവോട് ആദ്യം പറഞ്ഞ എനിക്ക് അതിനുള്ള കഴിവോ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചതിലേക്ക് കൊണ്ടുവന്ന പ്രിയ വിന്ദസിന് ഓരോ വാക്കുകളും എനിക്ക് എനിക്കത് ഇത് പറയുവാനുള്ള പ്രോത്സാഹനമായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ആസ്യ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കായി നമ്മളെ കഴിവില്ലാത്തവരാണെങ്കിൽ ഈ ഒരു വാക്കാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ആസ്യ കുടുംബത്തെ ശുശ്രൂഷകളെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒരു പ്രാവശ്യങ്ങളുടെ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ പറഞ്ഞ ഓരോ വിഷയങ്ങളും നിങ്ങൾ ആരോ തള്ളിക്കളയാതെ ദിവസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമേ. എല്ലാവരെയും എല്ലാ സഹോദരിമാരെയും എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എന്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇരുന്നുള്ളൂ. ആമേൻ. സ്തോത്രം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറിയ മാമ ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മളെ എങ്ങനെ കാത്തു പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് പറയുവാൻ ഇടയായി തീർന്നു. ദൈവം ആരാണെന്ന് നമുക്ക് അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കുവാൻ ഒന്നും കൂടെ നമ്മളെ കഴിഞ്ഞ കാലങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അത് എപ്രകാരം ദൈവം നമ്മളെ നടത്തി കാത്തു പരിപാലിച്ചു, എപ്രകാരം നമ്മളെ കരുതി എന്നതിനെ കുറിച്ച് വലിയൊരു വർണ്ണന തന്നെയാണ് ഇന്ന് പാൽക്കാലം നമ്മുടെ ദൈവത്തെ കുറിച്ച് അനുസമ പറയാനിടയായി തീർന്നത്. വചനത്തിന്റെ തെളിവോടുകൂടി അല്ലെങ്കിൽ നടത്തിയ ദൈവഭക്തന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ഈ ദൈവത്തെ മറന്ന് നമ്മൾ ഒരു നിമിഷം പോലും ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലെങ്കിൽ സ്തോത്രം. പാട്ടുകാരൻ പറഞ്ഞതല്ല, ദൈവത്തെ മറന്ന് ഒരിക്കലും ജീവിച്ചിടല്ലേ കുഞ്ഞേന്ന്
സ്നേഹത്തോടെ ആ പാട്ടുകാരൻ പറഞ്ഞത് എന്ത് അർത്ഥമുള്ളതാണല്ലേ. ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ, അല്ലെങ്കിൽ ആ പിതാവിന്റെ അല്ലെങ്കിൽ ആ പിതാവായി മാതാവായി നമ്മളെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് ഇന്ന് വാൽക്കാലം നമുക്ക് അനുഭവിച്ച അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ധ്യാനിച്ചിരിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. അല്ലെങ്കിൽ ആ സ്തോത്രം വനിത തികഞ്ഞ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയോടുകൂടി തന്നെ നമ്മൾ ഇന്നത്തെ വചനം നമ്മോട് ഷെയർ ചെയ്തത് തന്നെ അനുഭവത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രജിവർഗീസ് സംഘടനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ഫലമായി അവിടുത്തെ ചലനങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപയാൽ ആ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ ചെറിയ കാര്യങ്ങളെ പോലും തുച്ഛീകരിക്കാത്ത സ്വർഗസ്നായ നമ്മുടെ പിതാവ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കും. നമ്മുടെ നിലവിളി അല്ലെങ്കിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ തന്റെ ചെവി ചായച്ച് നമ്മുടെ നിലവിളി നമ്മൾ എന്തിനാണ് നിലവിളിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന നല്ലൊരു പിതാവാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സമയവ്യത്യാസം കൂടാതെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങളും മാറ്റിവെച്ച് സമയം കണ്ടെത്തി അനുഭവം പറഞ്ഞതുപോലെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് പൂർണ്ണ പ്രതിഫലം തരുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. നമ്മൾ പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹം തന്നെയാണ്. അല്ലെങ്കിൽ നാളെ നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് തന്ന സമയം നമ്മൾ എപ്രകാരം വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ പറയാം, കർത്താവെ ദിവസവും ഞങ്ങൾ 2 മണിക്കൂർ കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് അനേക സഹോദരിമാർ അനേക സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് ഞങ്ങൾ 2 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം നമ്മളാലാവുന്നിടത്തോളം വീണ്ടും കർത്താവിന് വേണ്ടി അത് ശക്തമായി പ്രയോജനപ്പെടുവാൻ കൃഷ്ണമണി പോലെ അല്ലെങ്കിൽ കാത്തു പരിപാലിക്കുന്ന ദൈവം. അല്ലെങ്കിൽ ആ സ്തോത്രം 2 അസ്ഥികൾ നമ്മൾ ആ കൺട്രോളുകളെ കുറിച്ചൊന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വളരെയധികം വർണ്ണിക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ അത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മുടെ കണ്ണിനെ നമ്മൾ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം 2 അസ്ഥികളുടെ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം നടുക്കൊരു എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് സംരക്ഷിക്കുന്ന മതിലിൽ ചുറ്റും മതിലാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റും അസ്ഥികളുടെ ഒരു ഇതുണ്ട്, വളയമുണ്ട്, നടുക്കും ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ അതുപോലെ തന്നെ അടയ്ക്കുവാൻ വേണ്ടി കൺപോളകളുമുണ്ട്. കാരണം അത്രമാത്രം സംരക്ഷണത്തോടെയാണ് നമ്മുടെ കണ്ണിനെ സൃഷ്ടിച്ചതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വർഗസ്നാ പിതാവ് തന്റെ മക്കളെ ചുറ്റി പരിപാലിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ ഒരു നിമിഷം ചിന്തിക്കാൻ ഇടയാത്തീർന്നു. പാട്ട് പാടിപ്പോഴും അല്ലെങ്കിൽ ആ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ കുറിച്ച് ആ പാട്ടിൽ കൂടെ കേൾക്കുവാൻ ഇടയാത്തീർന്നു. നടത്തിയ വിധങ്ങൾ അല്ലെങ്കിൽ ആ സ്തോത്രം പാട്ടും അല്ലെങ്കിൽ ആ സ്തോത്രം വചനമൊക്കെ അല്ലെങ്കിൽ അത് വളരെയധികം അല്ലെങ്കിൽ യോജിക്കുന്നത് തന്നെയായിരുന്നു. കാരണം അത് പരിശുദ്ധാത്മന്റെ കൃപയാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം തീർച്ചയായിട്ടും ആ കണ്ണിന്റെ കൃഷ്ണമോൾ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ദേശത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒന്നുകൂടെ ശക്തമായി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ഒന്നുമില്ല അല്ലെ. നമ്മുടെ കഴിവോ പുണ്യമോ ഒന്നും നോക്കാതെ നമ്മുടെ കുറവുകളെ അല്ലെങ്കിൽ മറ്റുള്ളവർ കുറവെന്ന് എണ്ണുമ്പോൾ നമ്മുടെ കുറവുകളെ അല്ലെങ്കിൽ ആ സ്തോത്രം മാന്യതയാക്കി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മളെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ കൃപയാ. മറ്റുള്ളവർ അയോഗ്യരാണ്, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ സ്തോത്രം ദൈവം നമ്മളെ എല്ലാ വിധത്തിലും കൊള്ളാവുന്നവരാക്കി നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത് അല്ലെങ്കിൽ ആ സ്തോത്രം തന്റെ തേജസ്സേറിയ മഹിമയ്ക്കൊത്താണ് നമ്മളെ മാന്യരാക്കി തീർക്കുന്നത്. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും വർണ്ണിച്ചു കൂടാത്ത വാക്കുകളാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം ആദ്യം മുതൽ ഈ നിമിഷം വരെ 2ാമത്തെ സെഷന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മൾ രാവിലെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. അനേക കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാതെ ദൈവകൃപയിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ദൈവിക എന്ന് കേട്ടതുപോലെ ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും പൂർണ്ണമായി അനുസരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുവാൻ എന്റെ ദൈവം ആരാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഓരോ നിമിഷവും അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കേണ്ട നമുക്ക് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ചുറ്റി പരിപാലിക്കുന്ന ദൈവം അല്ലെ, അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവം അല്ലെങ്കിൽ ആ സ്തോത്രം ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനിടയായിരുന്നു. നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം, തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയോടെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അത് മനസ്സിലാക്കുവാൻ ഇടയാക്കാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മൾ പലപ്പോഴും എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും, എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലെ ആകുല ചിന്തകളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ
ഹല്ലേലൂയ നമുക്ക് ദൃഷ്ടി വെച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വിവരിച്ച് തരുന്ന, മനസ്സിലാക്കി തരുന്ന നല്ലൊരു പിതാവ്. ഹല്ലേലൂയ സ്തോത്രം. വളരെയധികം ഓരോ പോയിന്റുകൾ പറയുവാൻ ഇടയായി തീർന്നു. നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഒക്കെ മധ്യത്തില് നമ്മുടെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ വചനങ്ങളെ തന്നിരിക്കുമ്പോൾ ആ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാനുള്ള ഒരു ദൈവിക കൃപ കർത്താവ് നമുക്ക് തരേണ്ടതിനായി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അല്ലെങ്കിൽ ആ മുതിർന്ന തലമുറകളുടെ പേരുകൾ വരെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. നമ്മുടെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. എക്സാം എഴുതിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ സഹോദരം എക്സാം നാളെയും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹൃദയ കോട്ടയമുള്ള തലമുറയുടെ മധ്യത്തിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകലേ എന്നുള്ള ഇടവിൽ നിന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ദൈവകൃപയിലും ദൈവഭയത്തിലും വളർത്തുവാനും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ വചനത്തിന്റെ പദ്ധതി തന്നെ വളരുവാനും ആവശ്യമായ ദൈവകൃപ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹപ്രായമായി എത്തിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടോടെ കടന്നു പോകുമ്പോൾ അവരുടെ ഏജൊക്കെ ഓവറായി തീരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നൊക്കെ ആകുല ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ കൂട്ടുകെട്ടുകളിലൊക്കെ അകപ്പെട്ട് കിടക്കുന്ന അനേക തലമുറകളുണ്ട്. അല്ലെങ്കിൽ ആ സഹോദരൻ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സമാധാനം, ദൈവിക ശാന്തത അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി അത് ഉപേക്ഷിക്കേണ്ടവണ്ണം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി സാക്ഷീകരിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹപ്പെട്ട തലമുറകളാക്കി നമ്മുടെ ചുറ്റുപാടിലെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവവേലയിൽ സമർപ്പണ ബോധമുള്ള അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ആ ഉത്തമ ബോധ്യമുള്ള അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അല്ലെങ്കിൽ അനേക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സന്ദർഭം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാനും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയാക്കേണ്ട നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഏത് സ്ഥലങ്ങളിലായിരുന്നാലും, ഏത് ദേശങ്ങളിലായിരുന്നാലും, ഏത് അവസ്ഥകളിലായിരുന്നാലും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഉപവാസഭാഗം നമ്മൾ 11 മണി മുതൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധി ഇരിക്കുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിന്മേൽ, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതങ്ങളിന്മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിന്മേൽ കർത്താവിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കാൻ ഇടയാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ഉദരത്തിൽ ഉരുവായ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറകൾ വരെ പേര് വരാൻ നമ്മൾ പ്രാർത്ഥിച്ചു. അടുത്ത സെഷനുകളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഇനി നമ്മുടെ പേരും നമ്മുടെ മക്കളുമാരുടെ, കുഞ്ഞുങ്ങളുടെ, കൊച്ചുമക്കളുടെ ഒക്കെ പേരുകൾ നമുക്ക് വായിക്കാനുണ്ട്. അല്ലെങ്കിൽ ആ സഹോദര സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് നാളെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മൾ 4 മണിക്ക് കൂടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ആ സ്തോത്രം. അല്ലെങ്കിൽ നശിച്ചു പോകുന്ന തലമുറയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്ത കള്ളത്തരവും ചതികളും അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ച് എങ്ങനെ അല്ലെങ്കിൽ ആ സ്തോത്രം സമ്പത്ത് നേടാമോ, അല്ലെങ്കിൽ അവരുടെ ദേഷ്യം പക തീർക്കാമോ, അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ അല്ലെങ്കിൽ ആ സ്തോത്രം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തലമുറകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിൽ നാം നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടിവിന് നിലവിളിച്ച് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ, അന്ത്യവരെ വിശ്വസ്തയോടെ നിൽക്കുന്ന, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന, തിരുവുള്ളത്തിൽ പ്രസാദമുള്ള കുഞ്ഞുങ്ങളായി അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്ന, നമ്മൾ ഇന്ന് കേട്ടതുപോലെ ദൈവിക അല്ലെങ്കിൽ ആ ദൈവത്തെ കുറിച്ച് വർണ്ണിക്കുവാനിടയായിരുന്നു. അതിലെ ഓരോ പോയിന്റുകളും നമ്മുടെ അനുഭവത്തിൽ നിന്ന് ധ്യാനിച്ചു നോക്കിയാൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവിനെ നമുക്ക് കണ്ടുമുട്ടുവാൻ, രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ. കർത്താവെ, ഞങ്ങൾക്ക് ദാനമായി തന്ന സമ്മാനം, ഞങ്ങൾക്ക് ദാനമായി തന്ന അല്ലെങ്കിൽ ആ ദാനം, നമുക്ക് ദാനമായി തന്ന നന്മ അല്ലെങ്കിൽ ആ സ്വത്രം ഞങ്ങൾക്കത് അനുഭവിക്കേണ്ടവണ്ണം
അനുകരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ നന്മയ്ക്ക് ഉത്തരവാദിയായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആസോദര ഏജിലുള്ള നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ സഭ ഉയർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനിടയായി തീർന്നല്ലോ. നാളെ വൈകിട്ട് നമുക്ക് 4 മണിക്ക് കൂടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ദൈവം അവരെ സഭ ഉയർത്തി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ആമേൻ ആമേൻ. സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് തന്ന സകല നന്മകൾക്ക് ഉപകാരങ്ങൾക്ക് നന്ദി പറയട്ടെ കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, കേൾക്കപ്പെട്ട അങ്ങയുടെ വചനത്തിന് മുമ്പിൽ കർത്താടിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പലപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങൾ ക്ഷീണിക്കുന്ന അവസ്ഥകളുണ്ട് കർത്താവേ. അങ്ങ് ഇത് കാണുന്നില്ലെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് നാഥ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് എത്ര നന്നായി ഞങ്ങളെ പരിപാലിക്കുന്ന വിധം കർത്താവേ, അങ്ങയുടെ കൃപയല്ലാതെ ഒന്നുമല്ല കർത്താവേ, അങ്ങയുടെ സ്നേഹമല്ലാതെ ഒന്നുമല്ല. എന്റെ പരിശുദ്ധനെ, ഞങ്ങൾക്ക് യോഗ്യതകളൊന്നുമില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കട്ടെ കർത്താവേ. പുകഴുവാൻ ജീവിതത്തിൽ ഒന്നുമില്ല. എന്റെ പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് അപ്പച്ചാ. നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന ഈ പകൽക്കാലം അപ്പാ, തലമുറകളുമായി ദൈവപാദപീഠത്തിൽ ഇരുപ്പാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ആത്മീയ ഗീതങ്ങൾ കേൾക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം കേൾക്കുവാൻ ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എന്റെ യേശുവിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ കർത്താവേ ഹല്ലേലൂയ സമർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങയുടെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ കർത്താവേ ഹല്ലേലൂയ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഏൽപ്പിക്കുന്ന മക്കളെ 2 പേരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി കർത്താവേ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ. പ്രത്യേകാൽ കുഞ്ഞിന്റെ എക്സാമിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവേ അനേക പ്രതികൂലങ്ങൾ കർത്താവേ ഹല്ലേലൂയ ഉയരുന്നെന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ അങ്ങയുടെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് മക്കളായിരിക്കുന്നവരുടെ മേൽ കർത്താവേ അങ്ങയുടെ ഭക്തന്മാരുടെ മേൽ കർത്താവേ അങ്ങൊരു പാളയം ഇറങ്ങി അവരെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയട്ടെ കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്ന ഈ സമയം കർത്താവേ അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർദ്ധിച്ചു വരുന്ന കർത്താവ് മ്ലേച്ഛതകളിൽ നടുവിൽ ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഞങ്ങൾ പരദേശികളായി പാർക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്താവേ സമ്മാനമാണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൊച്ചുമക്കൾ. എല്ലാറ്റിനെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവിക കൃപയുടെ മറവിൽ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കാൻ തക്കണം ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവ് ദൈവത്തിന്റെ പ്രത്യേക ഉപദേശത്തിന് വണ്ണം കർത്താവ് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ കർത്താവെ സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ അഭിഷേകം പ്രാപിക്കാൻ കർത്താവേ ഹല്ലേലൂയ ദൈവമേ അങ്ങ് കർത്താവെ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക 10th കർത്താവെ +2 കർത്താവെ ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവരോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നല്ല ഓർമ്മശക്തിയോടെ കർത്താവെ എക്സാം ഒക്കെ എഴുതുവാൻ കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി തീരുവാൻ തക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി പാടുന്നവരായിരിക്കാൻ, അങ്ങയെ പ്രഘോഷിക്കുന്നവരായിരിക്കാൻ, അങ്ങേക്ക് വേണ്ടി വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരായിരിക്കാനൊക്കെയും ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവത്തിന്റെ കരങ്ങൾ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരങ്ങൾ കർത്താവേ കുഞ്ഞുങ്ങളെ ഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങയുടെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ കർത്താവ് വിവാഹപ്രായമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. തക്ക സമയത്ത് കർത്താവ് ദൈവം അവർക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട തുണയോ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ പല കർത്താവെ ഭവനങ്ങളിലും കർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാഹചര്യങ്ങൾ ഇതുകൊണ്ടൊക്കെയും കർത്താവ് വിവാഹത്തിന് താമസിക്കുന്ന അനേക കർത്താവെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടുത്തി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ഉദരത്തിലെ കർത്താവ് ഉരുവായിരിക്കുന്ന തൊട്ടുള്ള ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ദൈവപ്രവൃത്തി കർത്താവെ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ അയച്ച് കർത്താവെ ഹല്ലേലൂയ കുടുംബസ്ഥരായി ജീവിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിച്ച് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കണ്ട് സന്തോഷിച്ച് മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവിനല്ല സാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ നാഥ. നാളുകൾ കർത്താവെ അനേക കുടുംബങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ കുടുംബ ജീവിതങ്ങൾ ഛിദ്രിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിൽ കർത്താവെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തലങ്ങളിലും എന്റെ കർത്താവിന്റെ കരങ്ങൾ കർത്താവെ അത്ഭുതത്തെ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുപ്പിരിച്ചരുടെ വേഗത്തിലറ്റുപോകിൽ വചനപ്രകാരം കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവെ കുടുംബജീവിതങ്ങളൊക്കെ കർത്താവെ ക്രിസ്തുവേശുവിൽ ധന്യരായി തീരുവാൻ തക്കണം, ക്രിസ്തുവേശുവിൽ ഉറപ്പുള്ളതായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോലിയില്ലാതെ കർത്താവെ ഞങ്ങൾ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ
കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവേ ഹല്ലേലൂയ. അപ്പാ കർത്താവ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം. പ്രത്യേകാല OET IELTS ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. വിവിധ തലങ്ങളിൽ എഞ്ചിനീയറിംഗ് കർത്താവ് അതുപോലുള്ള എല്ലാ കോഴ്സുകളും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ കരുണ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പ്രത്യേക കർത്താവ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കർത്താവ് ഞങ്ങളുടെ എല്ലാ കർത്താവ് യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് കർത്താവ് ദൈവം വഴികളെ വാതിലുകളെ തുറക്കണമേ. കർത്താവ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ കരങ്ങൾ കർത്താവ് വലിയവ ചെയ്യണമേ. എക്സാം എഴുതുന്ന എല്ലാ കർത്താവ് എല്ലാ എക്സാമുകളെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. അത് കർത്താവിന്റെ വേലയിൽ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കർത്താവ് നല്ല കാഴ്ചപ്പാടുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്ധ്യയിൽ കർത്താവെ പൂർണ്ണ സുവിശേഷകരായി തീരുവാൻ തക്കണം ദൈവമേ. അനേക കുഞ്ഞുങ്ങളെ അങ്ങ് കണ്ടിരിക്കാൻ വാഴ്ത്തുന്ന പച്ച നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരായി കർത്താവെ ഹല്ലേലൂയ. അപ്പാ കർത്താവെ അങ്ങ് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിരിക്കാൻ നന്ദി പറയുന്നു. അപ്പാ ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ എല്ലാ കർത്താവെ വിഷയങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ വെച്ചത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവാഹസ്ഥരെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവെ ഹല്ലേലൂയ കർത്താവ് എൻഗേജ്മെന്റ് അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുവാൻ തക്കണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അങ്ങയുടെ കർത്താവെ കൃപയും അങ്ങയുടെ പ്രവൃത്തിയും വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഹല്ലേലൂയ ഓരോ കർത്താവെ ഹല്ലേലൂയ കുടുംബത്തിലും കർത്താവ് ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി അവർ ഞരങ്ങുന്നുവോ ദൈവപാദപീഠത്തിൽ കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം മുഴങ്കാൽ മടക്കിയിരിക്കുന്നു. അവിടേക്ക് എന്റെ കർത്താവിന്റെ കരങ്ങൾ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സമയം കർത്താവിന്റെ പാദപീഠത്തിൽ സകല വിഷയങ്ങളെയും സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ ദാസിയെ ഒരിക്കൽ കൂടി സമർപ്പിക്കട്ടെ. വിവിധ വിഷയങ്ങളെ കർത്താവെ ഹല്ലേലൂയ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ പ്രേരണ തന്ന് കർത്താവെ ഹല്ലേലൂയ അപ്പാ കർത്താവെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്ന കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം കർത്താവെ ഹല്ലേലൂയ ദൈവമേ കർത്താവെ ഹല്ലേലൂയ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ കർത്താവെ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉപജീവന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ ചിറകടിൽ ഭദ്രമായി സൂക്ഷിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. മാനുഷ്യമായ സൂക്ഷിപ്പും കർത്താവെ എല്ലാം കർത്താവെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാതെ കർത്താവെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അപ്പച്ചാ അങ്ങയുടെ കർത്താവെ പ്രവൃത്തികൾ എത്ര കർത്താവെ അവർണ്ണീയമാണ് മാതാത. അങ്ങയുടെ പ്രവൃത്തികൾ എത്ര അഗോചരമാണ് കർത്താവെ. അങ്ങയുടെ കരങ്ങൾ കർത്താവെ സകലതും കർത്താവെ ഹല്ലേലൂയ മെനയുകയും അങ്ങയുടെ കർത്താവെ ഹല്ലേലൂയ കണ്ണുകൾ കർത്താവെ സകലതും ദർശിക്കുകയും ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങേ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ സ്തോത്രത്തോടെ ഞങ്ങളെ സമർപ്പിക്കട്ടെ. അങ്ങയുടെ കൃപ കർത്താവെ കൂടിയിരുന്നതിനാൽ വാഴ്ത്തുന്നു. പ്രാർത്ഥിച്ച കർത്താവെ എല്ലാ വിഷയങ്ങളും ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ കർത്താവെ ഹല്ലേലൂയ കൃപയിൽ ഞങ്ങൾ വീണ്ടും ആശ്രയിപ്പാൻ തക്കോണം. യഹോവയിൽ ആശ്രയിക്കുന്നതിന് എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഞങ്ങളുടെ വചനപ്രകാരം കർത്താവെ യഹോവയെങ്കിലെ പ്രത്യാശയുടെ ബലം ഞങ്ങളുടെ വചനപ്രകാരം കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ അടിങ്ങളെ സമർപ്പിക്കട്ടെ. കർത്താവ് തരുന്ന എല്ലാ നന്മകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്ന പച്ചാ നന്ദി പറയുന്ന ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ 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 ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കരുണയും കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മളോടും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ ഭവനങ്ങളുടെ മേലും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇരിപ്പാൻ ദൈവം നമുക്ക് കൃപ വന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും 4 മണിക്ക് കാണാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ഗോഡ് ബ്ലസ് യു.